ഇങ്ങനെ 50, 60, 70, 80 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇപ്പോഴും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ വ്യക്തിത്വങ്ങള് അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അവർക്ക് ഒരു കുട്ടിയാകാനുള്ള ബോധമുണ്ട്. അവരിപ്പോ അല്പസമയം കുട്ടിയാവുകയാണ്. അതായത് അവർ പഠിച്ചിരുന്ന കാലത്തിലേക്ക് പോവുകയാണ്. പക്ഷെ എനിക്ക് ആ വിഷയത്തോട് ടീച്ചറിനോടുള്ള സ്നേഹം വിഷയത്തോടായി ആ വിഷയം ഞാൻ പിന്നീട് എന്റെ PhD കാലം കഴിഞ്ഞ് ഞാൻ PhD എടുത്തതും പറയുന്നത് ജീവശാസ്ത്രത്തിൽ തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വഴിതിരിച്ചിടുന്ന ചെറിയ ചെറിയ അവസരങ്ങളാണ് ഞാൻ പറയുന്നത്. ജീവശാസ്ത്രത്തിൽ കേന്ദ്രീകരിക്കേണ്ട വേറെ കാര്യം സഹപാഠിയായിരുന്ന ചെറിയായിപ്പിന് അന്ന് ലൈബ്രറി നമുക്കൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ലൈബ്രറിയില് ഒരു പുസ്തകം ചെറിയായിപ്പം എനിക്ക് തന്ന ഒരു പുസ്തകമാണ്. അത് ഒരു പ്രോഗ്രാം കഴിഞ്ഞു യാത്രയാക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാദികള് നേരെ അവിടെ നമ്മുടെ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ ഒരു 3 മിനിറ്റ് സമയം ലൈബ്രറിയിൽ ഇരുന്ന് ലൈബ്രറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട്. പറന്ന് ഉയർന്നു. ഞാൻ ഇടയ്ക്ക് പറയാം, നമുക്ക് തീർന്നിട്ടില്ല സമയം, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നമ്മൾ അല്പം ലേറ്റായിട്ട് ഓടുകയാണ് ട്രെയിൻ. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗമാണ്. ചന്തമേറിയ പൂവിലും ശബളാപമാം ശലഭത്തിലും സന്തതങ്കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നെറ്റിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശന വാഴ്ത്തുവിൻ. അടുത്തതായി സ്വാഗത പ്രസംഗിക്കും. സാറിന് വിളിക്കേണ്ടായിരിക്കും. ഓക്കെ. ബഹുമാനപ്പെട്ട ആനന്ദൻ സാർ, ഇമൽഡ ടീച്ചർ, ഒത്തിരി സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നത്. സ്വാഗതത്തിന് മുമ്പ് ഇതെങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ യാദൃശ്ചികമായിട്ട് ട്രഷറിയിൽ വെച്ച് റെജീനയെ കാണാനിടയായി. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഞങ്ങൾ എന്നാൽ റെജീനയുടെ ബ്രദറുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടെങ്കിലും അവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ട് അങ്ങനെ തുടങ്ങി പരിചയം. പിന്നെ അയാളുടെ വീട്ടിൽ പോയി, ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈഫായിട്ട് വീട്ടിൽ പോയി. പിന്നെ ഇയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്നോട് പറയും. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഭയങ്കര അടിപൊളി പ്രോഗ്രാം നടന്നു, നമുക്കൊന്ന് നടത്തണ്ടേ എന്ന് പറയും. ആദ്യത്തെ പ്രാവശ്യം ഞാനൊന്ന് കേട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ചോദിച്ചു, അവിടെ അവരിത്ര പേരുടെ കൂടി എന്ത് നല്ല രസമായിരുന്നു, നമുക്കൊന്ന് കൂടണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയും, ഇവിടെ 70 വയസ്സ് കഴിഞ്ഞില്ല, ആരെങ്കിലും വ്യത്യാസം ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് കൂട്ടാൻ എങ്ങനെ, ആരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ ഇയാൾ 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു, ശരി നമ്മളൊന്ന് ആരംഭിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ അഗസ്റ്റിനെ കാണുന്നത്. ചെത്തിയിൽ അഗസ്റ്റിനും വന്നില്ലേ? എവിടെ പോയി? അപ്പോൾ അഗസ്റ്റിനെ ഞാൻ അവിടെ ചേർത്തല HDFC ബാങ്കിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ തൻ്റെ കയ്യിൽ നമ്മുടെ പഴയ ആൾക്കാരുടെ നമ്പർ ഉണ്ടാവും. എൻ്റെ കയ്യിൽ 4-5 നമ്പർ ഉണ്ടോ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 4 നമ്പറിൽ ഇത് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ചപ്പോഴാണ്, അപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞ നെൽസനുണ്ട്, നെൽസനാണ് ഇതിൻ്റെ മെയിൻ ആൾ, നമുക്ക് നെൽസനെ പിടിക്കാം. അങ്ങനെ ഞാൻ നെൽസൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, നെൽസനെ വിളിച്ചു. അങ്ങനെ ഞാനും നെൽസനും കൂടി സ്കൂളിൽ പോയി. നമ്മുടെ EM ജോൺ സാറ് സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. ആ രജിസ്റ്ററിൽ നമ്മുടെ സകല ഭൂമിശാസ്ത്രം അതിനകത്തുണ്ട്. നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, അങ്ങനെ അതിനകത്തുനിന്ന് ഞങ്ങൾ 180 അല്ലേ 180 പേരുടെ ലിസ്റ്റ് എടുത്തിട്ടാണ് തുടങ്ങിയത്. കൃഷ്ണ നിബേഗനെ ബാരോ, കൃഷ്ണ നിബേഗനെ ബാരോ, കൃഷ്ണ നിബേഗനെ ബാരോ, കൃഷ്ണ നിബേഗനെ മാരോ, കൃഷ്ണ നിബേഗനെ
കൃഷ്ണ നീ വേഗനെ മാറോ കൃഷ്ണ നീ വേഗനെ മാറോ കൃഷ്ണ നീ വേഗനെ മാറോ കൃഷ്ണ കൃഷ്ണ നീ വേഗനെ മാറോ വേഗനെ മാറോ മുഖവന്നേ തോരോ വേഗനെ മാറോ മുഖവന്നേ തോരോ വേഗനെ മാറോ മുഖവന്നേ തോരോ കൃഷ്ണ നീ വേഗനെ മാറോ ಕಾಲಲಂದಿಗೆ ಗೆಚ್ಚೆ ನೀಲದ ಬಾಗುಳಿ ಕಾಲಲಂದಿಗೆ ಗೆಚ್ಚೆ ನೀಲದ ಬಾಗುಳಿ ಕಾಲಲಂದಿಗೆ ಕಾಲಲಂದಿಗೆ ಗೆಜ್ಜೆ ನೀಲದ ಬಾಗುಳಿ ಕಾಲಲಂದಿಗೆ ಗೆಜ್ಜೆ ನೀಲದ ಬಾಗುಳಿ ನೀಲ ವರ್ಣನೆ ನಾಟ್ಯ ವಾಡುತ್ತ ಬಾರೋ ನೀಲವರ್ಣನೆ ನಾಟ್ಯವಾಡುತ್ತ ಬಾರೋ ನಾಟ್ಯವಾಡುತ್ತ ಬಾರೋ ನೀಲವರ್ಣನೆ ನಾಟ್ಯವಾಡುತ್ತ ಬಾರೋ ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ ಕಾಶಿ ಪೀತಾಂಬರ ಕೈಯಲ್ಲಿ ಕೊಳಲು ಕಾಶಿ ಪೀತಾಂಬರ ಕೈಯಲ್ಲಿ ಕೊಳಲು ಪೂಸಿದ ಶ್ರೀಗಂಧ ಮೈಯೋಳ ಘಮ್ಮ 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 ಮೈಯೋಳ ಘಮ್ಮ ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಮಾರೋ ಕೃಷ್ಣ
നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു. പൂനിലവഴക്കിയ പുളിയിലക്കരയുള്ള പുടവയെടുത്തു നടന്നു നമ്മൾ, പൂക്കളിറുത്തു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ 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 ഓഹോ ഓഹോ പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി മടിയിൽ പളങ്കുകിലങ്ങി, നീല മിഴികളിൽ കനവു തിളങ്ങി. മടിയിൽ പളങ്കുകിലങ്ങി, നീല മിഴികളിൽ കനവു തിളങ്ങി. കാമിനി മണിമാറിൽ പുളകങ്ങൾ ഉണർത്തുന്ന കഥകൾ പറഞ്ഞു മയങ്ങി നമ്മൾ, കവിതകൾ പാടി മയങ്ങി. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ 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 ഓഹോ ഓഹോ പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണയവനോ നൽകി, അവനോ നൽകി. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണയവനോ നൽകി, അവനോ നൽകി. തങ്ക സ്വപ്നശതങ്ങളാൽ തന്ത്രികൾ മീട്ടി, അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പുരട്ടി. ആർത്തലച്ചു ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി, മീട്ടി. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം
സ്വന്തം ഭൂമി ദേവി പാവം മറന്നു പോയി. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവി പാവം മറന്നു പോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണയവനോ നൽകി. ഞാൻ ഒരു പാട്ട് പാട്ട്